Good morning, my dear students. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടക്കം പറഞ്ഞു, ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ പറയാനുണ്ട്. അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്? അത് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് മെറ്റീരിയൽ, ലേബർ, അതേമാതിരി എക്സ്പെൻസസ്. പിന്നെ മെറ്റീരിയലിനെയും ലേബറിനെയും എക്സ്പെൻസസിനെയും വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും, ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ലേബർ എന്നും, അതേമാതിരി ഡയറക്റ്റ് എക്സ്പെൻസ്, അതേമാതിരി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാം, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാറ്റിനെയും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഓവർ ഹെഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഓവർ ഹെഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതി. 4 ഓവർ ഹെഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഫാക്ടറി ഓവർ ഹെഡ്സ്, ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്, സെല്ലിംഗ് ഓവർ ഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രധാനമായി 4 ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് ഫോം ചെയ്യാമെന്ന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതിലേറ്റവും ആദ്യത്തത് പ്രൈം കോസ്റ്റ് ആയിരുന്നു. പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഫോർമുല നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കേണ്ടത് വർക്ക് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുള്ള ഫോർമുല എന്താണ്? പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക് ഓവർഹെഡ് ആഡ് ചെയ്യാം. അത് രണ്ടാമത്തെ ഡിവിഷൻ ഓഫ് കോസ്റ്റ്. ദെൻ മൂന്നാമത്തെ ഡിവിഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫാക്ടറി അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനോട് കൂടിയിട്ട് ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഡിവിഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് അതായത് ഓർഡറിൽ തന്നെ നിങ്ങൾ പറയണം. പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്. കാരണം പ്രൈം കോസ്റ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൈം കോസ്റ്റിനോട് കൂടിയിട്ട് ഫാക്ടറി ഓവർ ഹെഡ്സ് ആണ് ആഡ് ചെയ്യാം. അപ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടി. വർക്ക് കോസ്റ്റ് കിട്ടിയതിന് ശേഷം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല വർക്ക് കോസ്റ്റിനോട് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആഡ് ചെയ്യലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. ആ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്നും നമുക്ക് വിറ്റ് കിട്ടിയ ടോട്ടൽ സെയിൽസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽ എന്താണ്, ലേബർ എന്താണ്, എക്സ്പെൻസസ് എന്താണെന്ന് പഠിക്കണം. അതേമാതിരി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഡയറക്റ്റ് ലേബർ എന്താണ്, ഇൻഡയറക്റ്റ് ലേബർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് പറഞ്ഞാൽ നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് മെറ്റീരിയലിനെ കുറിച്ചാണ്. മെറ്റീരിയലിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, ഞാൻ പറയാം, ശ്രദ്ധിക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ഓൾ ദാറ്റ് മെറ്റീരിയൽ which can be identified in the product and can be conveniently measured and directly charged to the product. ഒന്നുകൂടെ പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് all that material which can be identified in the product. Direct material is all that material which can be identified in the product and can be conveniently measured and directly charged to the product. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? which can be identified in the product. That is a symbol. In symbol we can say that direct material is all that material which can be identified in the product. ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താണ്. ഇപ്പം നമ്മളൊരു ചെയർ എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ചെയർ മേടിച്ചു. നമുക്ക് ചെയർ കണ്ടാൽ അറിയാം അതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഏതാണ്. ഒന്നുകിൽ പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈബർ ആവാം, അതല്ലെങ്കിൽ മരമായിരിക്കാം, അല്ലേ? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഒരു വുഡൻ ചെയർ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം അതിൽ യൂസ് ചെയ്തത് വുഡൻ ആണ്, അല്ലെങ്കിൽ തേക്കാണ്, അല്ലെങ്കിൽ ഈട്ടി ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ചെയർ എടുത്തു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പറയാം, അതല്ലെങ്കിൽ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പറയാം. ഒരു മെറ്റീരിയൽ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്ര മെറ്റീരിയലാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിളായിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്.
So direct material is all that material which can be identified in the product and can be conveniently measured and directly charged to the product. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്താണ്, നമ്മൾ വാങ്ങിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താണോ അതിൻ്റെ വിലയാണ്, അതിൽ 80% അതിൻ്റെ വിലയായിരിക്കും. പിന്നെ അതിന് ലേബർ കോസ്റ്റ് വരും, മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത്തരം മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതേമാതിരി ഡയറക്റ്റ് ലേബർ എന്താണ്, അതാണ് നമ്മൾ ഇനി പറയുന്നത്. ഡയറക്റ്റ് ലേബർ ഈസ് that labor which can be conveniently identified or attributed wholly to a particular job, product or process. In other words, it is all labor expended in converting raw material into manufactured articles or in altering the construction, composition or condition of the product. That is direct labor. Okay students, അപ്പോൾ എന്താണ് ഡയറക്റ്റ് ലേബർ? ഡയറക്റ്റ് ലേബർ ഈസ് ദാറ്റ് ലേബർ വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ഓർ ആട്രിബ്യൂട്ടഡ് ഹോളി ടു എ പെർട്ടിക്കുലർ ജോബ്, പ്രോഡക്റ്റ് ഓർ പ്രോസസ്. ഇൻ അതർ വേർഡ്സ്, it is all labor expended in converting raw materials into manufactured articles or in altering the construction, composition or condition of the product. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞ മാതിരി തന്നെ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അതിൽ യൂസ് ചെയ്യുന്ന ഹ്യൂമൻ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിനൊരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ് ആക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ നമ്മൾ ഒരു ചെയറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ആദ്യം മരം വാങ്ങി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വാങ്ങി അതിനെ മോൾഡ് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റുകയാണ്, ഒരു ഫിനിഷ്ഡ് ചെയറാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ എത്ര ലേബർ ഫോഴ്സ് യൂസ് ചെയ്തു, ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ലേബർ നമ്മൾ യൂസ് ചെയ്തു, ആ ലേബറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ലേബർ എന്ന്. ദേ ആർ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. മനസ്സിലായോ? നേരിട്ട് എത്ര ലേബർ ഫോഴ്സ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു, ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അത് നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ലേബർ ഫോഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ഓൾ ലേബർ എക്സ്പെൻഡഡ് ഇൻ കൺവേർട്ടിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു മാനുഫാക്ചേർഡ് ആർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഇൻവോൾവ് ചെയ്യുന്ന ലേബറേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. ദെൻ അടുത്തത് അതേമാതിരി ഡയറക്റ്റ് എക്സ്പെൻസസ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? ഓൾ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ലേബർ ദാറ്റ് ആർ സ്പെസിഫിക്കലി ഇൻകർഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ആർ ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. All expenses other than the direct material and the direct labor that are specifically incurred for a particular product or process are treated as direct expenses. അപ്പോൾ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റും ലേബറും ഒഴിച്ച്, ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഇവ രണ്ടും ഒഴിച്ച് ബാക്കി വരുന്ന എക്സ്പെൻസുകളെയാണ്, ബാക്കി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്കറിയാം മെറ്റീരിയൽ കോസ്റ്റ് മാത്രം പോരാ, ലേബർ കോസ്റ്റ് മാത്രം പോരാ, അതിന് മറ്റ് ചിലവുകളും വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽ അല്ലാത്തതും അതേമാതിരി ലേബർ അല്ലാത്തതുമായ മറ്റ് ചിലവുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞു, ലേബറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഡയറക്റ്റ് ലേബർ എന്താണെന്ന് പറഞ്ഞു, എക്സ്പെൻസസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണെന്ന് പറഞ്ഞു. ഈ മൂന്നെണ്ണം മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതേമാതിരി ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലേബർ ഫോഴ്സ് എത്രയാണോ അതാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. നേരിട്ട് ഇൻവോൾവ് ചെയ്യുക, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുക. അതേമാതിരി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലും അല്ല ലേബറും അല്ല, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാത്ത മറ്റുള്ള ചിലവുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളിനി ഓവർ ഹെഡ്സ് എന്താണെന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ ഓവർ ഹെഡ്സ് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, അത് നമ്മൾ പറയും. അപ്പോൾ എല്ലാ ഇൻഡയറക്റ്റും കൂടി കോമൺ ആയിട്ട് പറയുന്നതാണ്, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയും കോമൺ ആയിട്ട് പറയുന്നതാണ് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? ഒന്ന് ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അതെന്താണെന്ന് കൂടി നമ്മൾ പഠിക്കാം. അപ്പോൾ എന്താണ് ഓവർ ഹെഡ്സ്?
ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ടേംഡ് ആസ് ഓവർ ഹെഡ്സ്. വളരെ സിമ്പിളാണ്. ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ടേംഡ് ആസ് ഓവർ ഹെഡ്സ്, അല്ലെ എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ ചിലവുകളെയും നമുക്ക് മൊത്തത്തിൽ പറയാം എന്ത് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ, ഫാക്ടറി ഓവർ ഹെഡ്സ്. എന്താണ് ഫാക്ടറി ഓവർ ഹെഡ്സ്? വളരെ സിമ്പിളാണ്. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഫാക്ടറി ഓവർ ഹെഡ്സ് റെഫർ ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി ആൻഡ് ആർ കൺസേൺഡ് വിത്ത് ദ റണ്ണിങ് ഓഫ് ദി ഫാക്ടറി. ഫാക്ടറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലേ എല്ലാ എക്സ്പെൻസുകളെയാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഫാക്ടറിയുമായി ബന്ധപ്പെട്ടത്, അതുകൊണ്ടാണ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും നമുക്ക് എന്ത് വിളിക്കാം? ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയാം. അതെന്തിനു വേണ്ടിയിട്ട് വരുന്നതാണ്? ഫാക്ടറിയുടെ റണ്ണിങ്ങിനുമായി വരുന്നതാണ്, അല്ലെങ്കിൽ റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. എന്താണ് ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഓഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ, ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്, planning and controlling the functions, directing and motivating the personnel of an organization in the attainment of its objectives. അപ്പോൾ അതാണ് ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഓഫീസ് എക്സ്പെൻസുകൾ, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ, അതിലെന്തൊക്കെ വരാം? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ ഫങ്ഷൻസ്. നമ്മൾ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രവൃത്തികളെല്ലാം പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് വരുന്ന എക്സ്പെൻസുകളാവാം. അത് നമ്മൾ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവുകളാവാം. അതേമാതിരി നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവുകളാവാം. ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ അല്ലെ ഭരണവുമായി ബന്ധപ്പെട്ട, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരണം അല്ലേ, നമ്മൾ ഓഫീസിനെ ഭരിക്കുക അല്ലെങ്കിൽ ഓഫീസിനെ നമ്മൾ നയിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളാവാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡേ ടു ഡേ എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് ഓവർ ഹെഡ്സ് ആണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എന്താണ് സെല്ലിംഗ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ? സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട, സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളാവാം അല്ലേ. ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽസ് ആൻഡ് റീറ്റെയിനിങ് കസ്റ്റമേഴ്സ്. അപ്പോൾ സെല്ലിംഗ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ട, സെയിൽസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകൾ, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവുകൾ. ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവാണ്. അതേമാതിരി ആൻഡ് റീറ്റെയിനിങ് ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സ് നഷ്ടപ്പെടാതെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ റീറ്റെയിൻ ചെയ്യാം, അതിനുവേണ്ടി നമുക്ക് വരുന്ന ചിലവുകൾ. ഇതെല്ലാം എന്താണ്? സെല്ലിംഗ് ഓവർ ഹെഡ്സ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷന് വരുന്ന ചിലവുകളെയാണ് നമ്മൾ സെല്ലിംഗ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആണ്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫ്രം ദ ടൈം the product is completed until it reaches its destination. It includes all the expenditure incurred. It includes all the expenditure incurred from the time of the product. It includes all the expenditure incurred from the time of the product is completed until it reaches its destination. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അതേ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം ആ ഒരു സമയം മുതൽ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ ഉള്ള ചിലവുകളാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മുംബൈയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ മുംബൈയിലാണ് നമ്മൾ ഫാക്ടറി ഉള്ളത്, അവിടെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. പ്രോഡക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പ്രോഡക്റ്റ് കേരള സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യണം, അതേമാതിരി എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക്, ആന്ധ്രയിലേക്ക്, അതേമാതിരി മഹാരാഷ്ട്ര എന്ന് വേണ്ട എല്ലാ സ്റ്റേറ്റിലേക്കും അല്ലേ നമുക്കിത് എത്തിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിലേക്ക് എത്തിക്കണം. എന്നാലേ കസ്റ്റമേഴ്സിന് അത് മേടിക്കാൻ കഴിയുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ചിലവുകളാണ്. ഫോർ എക്സാമ്പിൾ വെയർ ഹൗസിങ് എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എറ്റ്സെട്ര. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയർ ഹൗസിൽ അല്ലെങ്കിൽ ഗോഡൗണിൽ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ വെയർ ഹൗസ് ചാർജ് വരും, അല്ലെങ്കിൽ ഗോഡൗൺ റെൻ്റൊക്കെ വരും. പിന്നെ ആ പ്രോഡക്റ്റ്
നമ്മളിപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും. മുംബൈ ആ ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഗോഡൗണിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, അപ്പോൾ വെയർ ഹൗസിംഗ് ചാർജസ് അല്ലെങ്കിൽ ഗോഡൗൺ റെൻ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ചിലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഇൻഷുറൻസ് വേണ്ടി വരും അല്ലേ. ആ യാത്രക്കിടയിൽ അതിന് നഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് വേണ്ടി വരും. അതേമാതിരി വണ്ടിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഓവർഹെഡ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസിൻ്റെ ഭരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. ദെൻ സെല്ലിംഗ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന ചിലവുകൾ. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെ നമുക്ക് വരുന്ന ചിലവുകൾ. ഇത്രയാണ് നമ്മൾ ഓവർഹെഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിലൊരു സെക്ഷനും കൂടി പറയാനുണ്ട്. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഇൻഡയറക്റ്റ് ലേബർ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണ് എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത്. അത് വളരെ സിമ്പിളാണ്. ഓക്കെ, എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. Indirect material are those materials which cannot be traced as a part of the product. They are also known as on-cost material അല്ലെങ്കിൽ expense materials which cannot be allocated but which can be apportioned to or absorbed by cost centers or cost units. അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ അതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ് എന്താണ്, അതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ് അല്ല, അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത്തരം മെറ്റീരിയലുകളെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വിച്ച് കനോട്ട് ബി ട്രേസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി പ്രോഡക്റ്റ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ചെയർ നമ്മൾ യൂസ് ചെയ്യണം, മരത്തിൻ്റെ ഒരു ചെയർ യൂസ് ചെയ്യണം. നമുക്കറിയാതെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷേ അതിന് ആ രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ വുഡൻ നെയിൽ, ആ ചെയർ ഉറപ്പിക്കണമെങ്കിൽ ആണി ഉപയോഗിച്ചിട്ടുണ്ടാവും, വുഡൻ ആണിയായിരിക്കും. അതേമാതിരി അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വാക്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയില്ല. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആ പ്രോഡക്റ്റിൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പക്ഷേ അതും കൂടി യൂസ് ചെയ്താലേ ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായോ? അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ചെയർ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന എന്താണ് നെയിൽ, ആണിയൊന്നും നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വുഡൻ നെയിലാവും, അല്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നെയിൽസ് ആയിരിക്കാം. അല്ല, അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അത് നമുക്ക് പ്രോഡക്റ്റ് നോക്കിയാൽ കാണാൻ കഴിയില്ല. അതേമാതിരി നമുക്ക് വാക്സ് യൂസ് ചെയ്യും, മെഴുക് യൂസ് ചെയ്യും. ഇപ്പോൾ വുഡൻ ആണെങ്കിൽ ദ്വാരങ്ങളും മറ്റൊക്കെ അടയ്ക്കാൻ വേണ്ടി വാക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതും നമുക്ക് ഒറ്റനോട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയലും കൂടി യൂസ് ചെയ്താലേ ആ പ്രോഡക്റ്റ് ഫിനിഷ്ഡ് ആർട്ടിക്കിളായിട്ട് മാറുള്ളൂ. പക്ഷെ നമുക്ക് ട്രേസ് ചെയ്യാനും കഴിയില്ല. അത്തരം മെറ്റീരിയലാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ അതേമാതിരി തന്നെ ഇൻഡയറക്റ്റ് ലേബർ എന്തായിരിക്കും, ആ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് വരാത്ത ലേബറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിനെ ഫിനിഷ്ഡ് ആർട്ടിക്കിളാക്കി മാറ്റുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാ ലേബറേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അവരെ വർക്ക് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ, റോ മെറ്റീരിയൽസ് നമുക്ക് ഫിനിഷ്ഡ് ആർട്ടിക്കിളാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് എന്ന് എന്തായിരിക്കും, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യില്ല എങ്കിലും നമ്മളുടെ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവരുടെ ഹെൽപ്പും കൂടി വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഷീനറീസ്, ലൂബ്രിക്കേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയറുമായി ബന്ധപ്പെട്ട വർക്കുകൾ അല്ലേ, ആ മെഷീനറീസ് മെറ്റീരിയൽസൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുക, അതൊക്കെ ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ അവരുടെ ഇൻവോൾവ്മെൻ്റ് അല്ല മെയിനായിട്ടുള്ളത്. അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്, സബ്ബായിട്ട് വരുന്നതായിട്ടാണ്. ഇപ്പോൾ മെഷീനറി റിപ്പയർ ചെയ്യേണ്ട ഒരു സംഗതി വരികയാണ്. ഇപ്പോൾ ഓരോ പ്രോസസ്സ് കഴിഞ്ഞാലും മെഷീനറീസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക, ലൂബ്രിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ റിപ്പയർ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതൊന്നും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല ചെയ്യുക, ലേബറേഴ്സ് അല്ല ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നത് പറയുന്നത്.
അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ലേബറേഴ്സിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ലേബറേഴ്സിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതായത് അവരുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഫൈനൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ആർട്ടുകളാക്കി മാറ്റണമെങ്കിൽ ഇത്തരം ലേബറേഴ്സിൻ്റെയും കൂടി ഹെൽപ്പ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ മെഷീനറി ഓഫാക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതൊന്ന് തുടച്ച് മിനുക്കി ലൂബ്രിക്കേഷൻസ് കൊടുത്ത് റിപ്പയർ ഉണ്ടെങ്കിൽ അത് റിപ്പയർ നടത്തിയിട്ട് നമുക്ക് അടുത്ത ഘട്ടം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ വർക്ക് കഴിഞ്ഞ് റിപ്പയർ വർക്ക്, ലൂബ്രിക്കേഷൻ, അങ്ങനത്തെ തുടച്ച് വൃത്തിയാക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലേബറേഴ്സ് ഉണ്ടാവും അല്ലേ? അവർക്ക് കൊടുക്കുന്ന കൂലിയും കൂടി നമ്മൾ ഇതിൽ വരും അല്ലേ? ഈ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദന ചെലവിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ട വ്യക്തികളല്ല അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ലേബറേഴ്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. സോ എന്താണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ? ലേബർ ഹൂസ് വേജസ് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ടു ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ലേബർ. അപ്പോൾ നമ്മുടെ ഉൽപ്പാദന പ്രക്രിയയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ലേബറേഴ്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ദെൻ അതേമാതിരി ഒരു സംഗതി കൂടി ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്താ പറഞ്ഞത്? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലാത്ത ഡയറക്റ്റ് ലേബർ അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നു. അതേമാതിരി തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ടു ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ്. അത്തരം എക്സ്പെൻസുകളെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ടു ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഒരു കോസ്റ്റ് സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് അലോക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും ശരി, ഡയറക്റ്റ് ലേബർ ആയാലും ശരി, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയാലും ശരി, അത് അലോക്കേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അലോക്കേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ? അത് കോസ്റ്റ് സെൻറ്ററിൻ്റെയോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിൻ്റെയോ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുള്ളൂ. കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ വഴിയെ കൊണ്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യനാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്താണ്. ചിലപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്നായിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. 15 മാർക്കിനും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതണം. ആദ്യം ചാർട്ട് വരയ്ക്കണം, പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഡയറക്റ്റ് ലേബർ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഓവർ ഹെഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഇൻഡയറക്റ്റ് ലേബർ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്താലേ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കിട്ടുള്ളൂ. ഇനി അതല്ല 6 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ എന്താണ് ഓവർ ഹെഡ്സ്, അല്ലെങ്കിൽ എന്താണ് ഫാക്ടറി ഓവർ ഹെഡ്, എന്താണ് ഇൻഡയറക്റ്റ് ലേബർ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, അങ്ങനത്തെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വരും, നല്ലവണ്ണം പഠിക്കാം. അപ്പോൾ ഇതാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സെഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ എല്ലാ നോട്ടും മൂഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക, എന്നിട്ട് ആ നോട്ടിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റുമായി പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക. അത് മാത്രം എഴുതിയാൽ മതി, ബാക്കിയുള്ള നോട്ടുകളൊന്നും എഴുതണ്ട. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ച് ഏത് ക്ലാസ്സാണോ നിങ്ങൾക്ക് എടുക്കുന്നത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് മാത്രം എഴുതിയെടുത്താൽ മതി. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.